ഞാൻ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല. വേറെ വല്ലതും പറയും. അല്ല, വേറെ വല്ലതും പറയും. വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ. ഈ ചോദ്യത്തിന് മറുപടിയില്ല, മറുപടി അർഹിക്കുന്നില്ല. ഞാൻ നിങ്ങളെ കാണുന്നില്ല. ഇല്ലെന്ന് സംസാരിക്കില്ല എന്ന് പറഞ്ഞില്ല. വീണ്ടും ഞാൻ സംസാരിക്കും. പുനഃസംഘടനയിൽ പൊട്ടിത്തെറിച്ച വി ഡി സതീശൻ. പുനഃസംഘടനയിൽ വി ഡി സതീശനെ പാടെ ഒഴിവാക്കിയതിന് പിന്നാലെയാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് വി ഡി സതീശൻ മറുപടി പറയുന്നത്. KPCC പുനഃസംഘടനയിൽ വി ഡി സതീശനെ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, വി ഡി സതീശനോട് ഒരു വാക്കുപോലും ചോദിച്ചില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിൽ വലിയ പ്രതിഷേധം വി ഡി സതീശനുണ്ട്. 58 ജനറൽ സെക്രട്ടറിമാരെ KPCC നിയോഗിച്ചപ്പോൾ ഇതിൽ ആരും തന്നെ വി ഡി സതീശനെ നോമിനിയായി എത്തിയില്ല എന്നുള്ളത് ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ്. മുഴുവൻ KPCC ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും നിർവാഹക സമിതി അംഗങ്ങളെയും ഒക്കെ തീരുമാനിച്ചത് KC വേണുഗോപാലും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ചേർന്നാണ് എന്ന് പലർക്കും ആക്ഷേപമുണ്ട്. ചെന്നിത്തലയോട് ഒന്ന് രണ്ട് ചില അഭിപ്രായങ്ങൾ മാത്രം ചോദിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. വി ഡി സതീശനെ പാടെ വെട്ടി നിർത്തിയിരിക്കുന്നു രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി, പ്രത്യേകിച്ച് ഹൈക്കമാൻഡിന് വി ഡി സതീശനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. വി ഡി സതീശൻ ഇങ്ങനെ കേരളത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തെരുവ് പ്രസംഗം പോലെ പലതും നടത്തിക്കൊണ്ട് വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്നു, വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുന്നു, വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നു എന്നൊക്കെ കാണിക്കുമ്പോൾ പോലും വി ഡി സതീശനിലുള്ള വിശ്വാസം കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വി ഡി സതീശനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടാൽ അമ്പയെ പരാജയപ്പെടും പാർട്ടി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനും അതുപോലെ തന്നെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾക്കുമുള്ള പ്രധാനപ്പെട്ട ആശങ്ക. അതുകൊണ്ട് തന്നെ ഈ പുനഃസംഘടന എന്നുള്ളത് വി ഡി സതീശനെ ഉൾപ്പെടുത്താതെ, വി ഡി സതീശനോട് അഭിപ്രായം പോലും ചോദിക്കാതെ, വി ഡി സതീശനെ 7 അയലത്തടിപ്പിക്കാതെ നടത്തിയ പുനഃസംഘടനയാണെന്ന് ഉറപ്പ് തന്നെയാണ്. ഇതിനും പൂർണ്ണമായി ചുക്കാൻ പിടിച്ചത് KC വേണുഗോപാലാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിച്ചതിലും KC വേണുഗോപാലിന്റെ ഏകപക്ഷീയമായ നിലപാടായിരുന്നു. ഇപ്പോൾ ഇതാ KPCC പുനഃസംഘടനയിലും KC വേണുഗോപാൽ പിടിമുറുക്കിയിരിക്കുന്നു. അടുത്ത് UDF ഭരണം കിട്ടുകയാണെങ്കിൽ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വരികയാണെങ്കിൽ അത് മറ്റാരുമല്ല താൻ തന്നെയാണ് എന്ന് കൃത്യമായ സൂചന നൽകുകയാണ് KC വേണുഗോപാൽ. ഒരു വശത്ത് രമേശ് ചെന്നിത്തലയെ അല്പം ചേർത്ത് നിർത്തിയിട്ടുണ്ട് KC വേണുഗോപാൽ എന്നതൊഴിച്ചാൽ ബാക്കി കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ എല്ലാം വെട്ടിനിരത്തുകയാണ്. ഇപ്പോൾ ഇതാ വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് K മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപനത്തിൽ നിന്ന് ജാഥ ക്യാപ്റ്റൻ കൂടിയായ K മുരളീധരൻ വിട്ടുനിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അവിടെയും ഈ പുനഃസംഘടനയിൽ തന്റെ നോമിനികളെ പൂർണ്ണമായി വെട്ടിനിരത്തിയുള്ള പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുരളീധരന്റെ വിട്ടുനിൽക്കൽ എന്ന വാർത്ത വരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമ്മിൽ തല്ലി കോൺഗ്രസ് പാർട്ടി ഭരണം നഷ്ടപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇനി വേണ്ട.